ദിവസം കഴിയുന്തോറും നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുകയാണ്. നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം ഹെൽത്തി ആയിരിക്കുവാൻ സഹായിക്കുന്ന 12 ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ അനിത, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരന്റിംഗ് കോച്ച്. മനസ്സിന് മടുപ്പ് വരാതെ ജീവിതം മുന്നോട്ടും കൊണ്ടുപോകുവാൻ നമ്മെ സഹായിക്കുന്ന 12 ടിപ്പുകൾ ആണ് തുടരെ പറയുവാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഈ സ്റ്റിമുലേഷൻ. നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായി ഇരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ പസിൽസുകൾ, അതുപോലെ ഗെയിംസ്, ഇവ ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. നമ്പർ 2, എക്സർസൈസ്. എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ഫിസിക്കൽ എക്സസൈസിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അത് മോർണിംഗ് വാക്കിംഗ് ആവാം, മറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള എക്സസൈസുകളാകാം. ഇത് നിങ്ങളുടെ മൈൻഡിനെയും ബോഡിയെയും ഹെൽത്തി ആയിട്ടിരിക്കുവാനായിട്ട് സഹായിക്കും. നമ്പർ 3, പ്രോപ്പർ ഡയറ്റ്. കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി. പ്രോപ്പർ ഡയറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രോട്ടീൻ, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് ഇവയെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്, അതുപോലെ ഷുഗർ ഒത്തിരി അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇതും നിങ്ങളുടെ ബ്രെയിനിനെ ഹെൽത്തി ആയിട്ടിരിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ ബ്രെയിനിലേക്ക് വന്നു ചേരാവുന്ന ട്രോമ, അതേപോലെ ഇഞ്ചുറികളെയൊക്കെ തടയേണ്ടത് വളരെ അത്യാവശ്യമാണ്. സേഫ്റ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സ്ലീപ്പ് ഹാബിറ്റ്സ്. കൃത്യമായിട്ട് 8 മുതൽ 6 മണി വരെയുള്ള ഉറക്കം ബ്രെയിൻ്റെ പ്രോപ്പർ ഫങ്ഷന് വളരെയേറെ അത്യാവശ്യമാണ്. നമ്മൾ നിരന്തരം ഒത്തിരി ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മൾ കയറ്റിവിടുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതൊന്നുമല്ല. അപ്പോൾ അവിടെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകണം. ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റായി പോകണം. നമുക്ക് ആവശ്യമുള്ളത് അവിടെ സൂക്ഷിക്കപ്പെടണം. അതിനും അതിൻ്റെ ബ്രെയിനിൻ്റെയും ബോഡിയുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിലാക്സേഷനും നമ്മുടെ മൈൻഡിൻ്റെ ഹീലിങ്ങിനും എല്ലാം ഉറക്കം വളരെയേറെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. പ്രോപ്പറായിട്ടുള്ള ഉറക്കം വളരെ അത്യാവശ്യം ആണ്. സ്ലീപ്പ് ഹൈജീൻ വളരെ അത്യാവശ്യമാണ്. ലേണിംഗ്. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ബ്രെയിനെ സ്മാർട്ടറാക്കും. പ്രത്യേകിച്ച് ന്യൂ ലാംഗ്വേജസ് പഠിക്കുവാൻ ശ്രമിക്കുന്നത് എപ്പോഴും ബ്രെയിൻ പവർഫുള്ളായിരിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. 7, സ്വിച്ച് റുട്ടീൻസ്. അതായത് എപ്പോഴും ഒരേ റുട്ടീനിലോട്ട് തന്നെ, ഒരേ ഹാബിറ്റിലൂടെ തന്നെ നടക്കാതെ ചില സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് നമ്മളെ അനലൈസ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ റിഫ്ലക്ഷൻസ്, നമ്മുടെ മൈൻഡ് നമുക്ക് തരുന്ന റിഫ്ലക്ഷൻസ് അനുസരിച്ച് നമ്മുടെ റുട്ടീൻസ് ഒക്കെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ സഹായിക്കുക. കൂടുതൽ ഹെൽത്തിയാകും. ബ്രെയിനിന് പ്രത്യേകിച്ചൊരു സ്റ്റിമുലേഷൻ നൽകും. 8, ബി സോഷ്യൽ. നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നാം ഒരു സോഷ്യൽ അനിമലാണ്. മറ്റുള്ളവരോടുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ, നമ്മൾ പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എല്ലാം എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യപ്പെടും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ആക്റ്റീവായിട്ട് ഇരിക്കുവാൻ നമ്മെ സഹായിക്കും. ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ നമ്മെ പിടിപെടാതെ നമ്മുടെ വാർദ്ധക്യത്തെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബി സോഷ്യൽ എന്ന് പറയുന്നത്. അതായത് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ എപ്പോഴും അടച്ചുകൂടി വീട്ടിലിരിക്കുന്നതിനേക്കാൾ ഒന്ന് പുറത്തിറങ്ങുക. എല്ലാവരുടെയും മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. സുഖമാണോ എന്ന് ചോദിക്കുവാനായിട്ട് ശ്രമിക്കുക. എങ്കിലും ബൗണ്ടറീസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ആരെയും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും അവരുടെ മൈൻഡിൻ്റെ ഹെൽത്തിക്കും നമ്മുടെ മൈൻഡിൻ്റെ ഹെൽത്തിക്കും വളരെ സഹായകം ആകുന്നത്.
നമ്പർ 9, സ്ട്രെസ്. മാനേജിങ് സ്ട്രെസ്. സ്ട്രെസ് ഇല്ലാത്ത ഒരു വ്യക്തിയും ഇല്ല. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള മനസ്സിൻ്റെ ഒരു മോട്ടിവേഷനാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ ചെയ്താൽ, അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നാൽ നമുക്ക് ആവശ്യമില്ലാതെ സ്ട്രെസ് ആകേണ്ട കാര്യം ഇല്ല. അപ്പോൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുവാനായിട്ട് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ജേർണലിങ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സ്ട്രെസ്സിനെ നന്നായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്പർ 10, റീഡ് ബുക്സ്. നമ്മൾ പുതിയ ബുക്കുകൾ വായിക്കണം, അതിലെ അറിവുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. റീഡിങ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ ബ്രെയിനെ അലേർട്ട് ആക്കുവാനായിട്ട്, അതുപോലെ തന്നെ ബ്രെയിനിലെ മെമ്മറി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുവാനായിട്ട്, അതുപോലെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്തുവാനും എല്ലാം സഹായിക്കുന്ന ഒരു ഘടകമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. പുതിയ പുതിയ ബുക്കുകൾ കണ്ടെത്തി വായിച്ച് അതിലൂടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നതും നമ്മുടെ ബ്രെയിൻ ഹെൽത്തി ആയിരിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകം. നമ്പർ 11, അവോയ്ഡ് സബ്സ്റ്റാൻസസ്. അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. സ്മോക്കിംഗ്, മദ്യപാനം, നാർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ബ്രെയിനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അതായത് അവോയ്ഡ് സബ്സ്റ്റാൻസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബൂസ്റ്റ് അവർ ബ്രെയിൻ സിസ്റ്റം. ഒരു ഹെൽത്തി ബ്രെയിൻ സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സബ്സ്റ്റാൻസസിനെ എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. നമ്പർ 12, ഡിജിറ്റൽ ഡീറ്റോക്സ്. ഇന്ന് ഡിജിറ്റൽ യുഗമല്ലേ, നമ്മുടെ കയ്യിൽ എപ്പോഴും മൊബൈലുണ്ട്. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ അത് നമ്മുടെ സ്ലീപ്പ് പാറ്റേണെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ മൈൻഡിന് തന്നെ ഒരു റിലാക്സേഷൻ കിട്ടത്തില്ല. ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള എടുത്തുചാട്ടം, ബൾക്ക് ഓഫ് ഇൻഫർമേഷൻ, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ കൊളാപ്സ് ആക്കും. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം വളരെയേറെ നമ്മൾ കുറയ്ക്കണം. നമ്മൾ ഒരു ഫങ്ഷണബിൾ ആകണമെങ്കിൽ, ഒരു ഫങ്ഷണബിൾ ആയിട്ടുള്ള ഹെൽത്തി ഹ്യൂമൻ ബീയിങ് ആകണമെങ്കിൽ നമ്മൾ സ്ക്രീൻ ടൈം കുറച്ചേ മതിയാകും. അതായത് പഠനാത്മകമായ കാര്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ഉപകരണങ്ങളിൽ ഏറ്റവും മനുഷ്യന് പ്രയോജനം ചെയ്യുന്നതും എന്നാൽ മനുഷ്യനെ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ്, അതായത് ലഹരി പോലെ തുല്യമാണ് ഈ ഡിജിറ്റൽ ഉപകരണം മണിക്കൂറുകളോളം ഉപയോഗിക്കുന്നത്. അത് നിങ്ങളുടെ ബ്രെയിനിനെ ഹാക്കുകയും നിങ്ങൾക്കൊന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ആകും, ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ പോകും, മെമ്മറി ലോസിലോട്ടൊക്കെ പോകുവാനുള്ള വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിക്കുവാനായിട്ട് നോക്കണം. ഈ 12 കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. മനസ്സിൻ്റെ മടുപ്പ് മാറ്റി ഹെൽത്തി ആയിട്ട് ജീവിതം സുഖകരമായി കൊണ്ടുപോകുവാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിന് താഴെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യും.